കേരള രാഷ്ട്രീയത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. ഈ ചിന്തയിലേക്ക് ഇന്ന് ഞങ്ങളൊപ്പം യാത്ര ചെയ്യുന്ന ജിജു കോളങ്ങായരുടെ അഭിപ്രായം ഞാൻ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്കളുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനുള്ള സന്തോഷം നിങ്ങളോടൊപ്പം ഞങ്ങളും പങ്കുവെക്കുകയാണ്. അദ്ദേഹം നല്ലൊരു ഭരണം കാഴ്ചവെക്കട്ടെ. പ്രീണനം കഴിയുന്നതും ഒഴിവാക്കി പോകുന്ന ഒരു നേതാവാണെന്ന് എല്ലാവർക്കും അറിയാം. ബെസ്റ്റ് ഓഫ് ലക്ക്. അതെ, ഞങ്ങളുടെ ആ ഒരു സന്തോഷം ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ടവരെല്ലാം തന്നെ വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾ വണ്ടിയിലിരുന്നാണ് ഞങ്ങൾ പങ്കുവച്ചത്. അപ്പം ഈ രാഷ്ട്രീയ സമകാലീന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഞങ്ങളുടെ പച്ചിക്കര തമ്പിയോട് വി.ഡി. സതീശനെ പറ്റിയുള്ള അഭിപ്രായം എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഞാനും അത് അങ്ങനെ തന്നെ നല്ല അഭിപ്രായമാണ്. ഓക്കെ, താങ്കൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? കേരളത്തിന്റെ വികസനത്തിൽ വി.ഡി. സതീശൻ ഒരു നല്ല പങ്ക് വഹിക്കുമെന്നാണോ താങ്കൾ കരുതുന്നത്? അങ്ങനെ തന്നെ ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു. ഇനി അജി തട്ടാറിട്ട് ഞങ്ങൾ ഉഴവൂരുള്ള അദ്ദേഹം അമേരിക്കയിൽ 40 വർഷമായി ജീവിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കേരളത്തിലെ ഇന്ന് വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി ആയതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം ചോദിക്കാം. എല്ലാവരും പറഞ്ഞ പോലെ പുള്ളി നല്ലൊരു ഭരണം കാഴ്ചവെക്കാനായിട്ട് പുള്ളിക്ക് കഴിവുണ്ടാക്കട്ടെ. അതിനുവേണ്ടി എല്ലാവരും പുള്ളിനെ അതിന് ഭരിക്കാനായിട്ടുള്ള കഴിവ് പുള്ളിക്ക് കൊടുക്കാനും അതിന് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാവരും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ കൺഗ്രാജുലേഷൻസ്. നമുക്കറിയാം വി.ഡി. സതീശന് നല്ലൊരു കരിഷ്മയുണ്ട്. അദ്ദേഹത്തിന് ഒപ്പം നിന്ന് രമേശ് ചെന്നിത്തലയും മറ്റ് ആളുകളൊക്കെ തന്നെ നല്ല കഴിവുള്ള ആളുകൾ തന്നെയാണ്. വേണുഗോപാൽ പക്ഷേ എന്തിനും ഡിസർവായി കേരളത്തിൻ്റെ വികസനത്തിൽ ഇന്ന് ഏറ്റവും നല്ല ഒരാൾ എന്ന് എല്ലാവരും വിലയിരുത്തപ്പെട്ടത് മജോറിറ്റിയും വി.ഡി. സതീശൻ്റെ പേരാണ്. അപ്പം മനോജ് പുതിയകുന്നതിൻ്റെ ഒരു അഭിപ്രായം നമുക്കറിയാം. വി.ഡി. സതീശനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകേണ്ടത്. ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ അദ്ദേഹത്തെ ഭരിക്കാൻ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും ബെസ്റ്റ്. നമ്മൾ കേരളം വളരുന്നു, ഇന്ത്യ വളരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളിന്ന് കഴിഞ്ഞ 10 ദിവസമായി കേരളത്തിലൂടെ ഒരു റോഡ് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴായി കാണാൻ സാധിച്ചത് വികസനം റോഡുകളിലൊന്നും അങ്ങനെ കാണുന്നില്ല. ചുറ്റുമുള്ള ബിൽഡിങ്ങുകളും ഇൻഫ്രാസ്ട്രക്ചർ, ടോയ്ലറ്റ് ഫെസിലിറ്റി ഇതെല്ലാം നോക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇതിനൊക്കെ ഒരു നല്ല നേതൃത്വ നിര വന്നെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. അപ്പോൾ ജെയിംസ് കുട്ടി ചക്കുപുരക്കലിനോട് ഞങ്ങളുടെ ഒരു അഭിപ്രായം ആരായുകയാണ്. കേരളത്തിൻ്റെ കാര്യം എന്തൊക്കെ ചെയ്യണം? ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായി. എന്നാലും വി.ഡി. സതീശൻ്റെ ഭരണകാലത്ത് ഇതെല്ലാം നികത്താൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ചിന്ത. പിന്നെ അതുപോലെ തന്നെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എത്രയും നല്ലതായിരുന്നു. ഇതിനൊക്കെ സമയമെടുത്തു എന്ന് വരികയും അവസാനം ഒരു നല്ല തീരുമാനത്തിലേക്ക് വരുവാൻ അവർക്ക് സാധിക്കും. കൺഗ്രാജുലേഷൻ വി.ഡി. സതീശൻ. താങ്ക് യു, നന്ദി ജെയിംസ് കുട്ടി. ഇത് അലക്സ് കൊല്ലാട്ടുമഠത്തിൽ. താങ്കൾക്ക് എന്താണ് ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനുള്ളത്? ഓവറോൾ നോക്കിയാൽ ഉള്ള നേതാക്കന്മാരിൽ ലീഡർഷിപ്പ് എബിലിറ്റി ഉള്ളത് 2-3 പേർക്കുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെയാണ് തിരഞ്ഞെടുത്തത് ഹൈക്കമാൻഡ്. അതെ, ഈ അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സാം? കേരള രാഷ്ട്രീയത്തിൽ അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കുവാൻ അങ്ങേക്ക് സാധിക്കുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങിൽ കാണുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ രാജു വാഴക്കാലയിൽ താങ്കൾക്ക് എന്താണ് ഇപ്പോഴത്തെ ഈ ഭരണമാറ്റത്തിൽ സംഭവിച്ചിരിക്കുന്ന പുതിയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനുള്ളത്? ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വളരെ നന്നായി. ഇനി എല്ലാ കോൺഗ്രസ്സുകാരും രാഷ്ട്രീയ വൈര്യങ്ങളൊക്കെ മറന്ന് അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത് ഒരു 5 വർഷം നന്നായി ഭരിച്ച് വീണ്ടും കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരാനുള്ള അനുഗ്രഹം ദൈവം വി.ഡി. സതീശന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൈമൺ കോയിത്തറ. വി.ഡി. സതീശന് ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത 5 വർഷം കേരളത്തിൽ എല്ലാവിധ വികസനങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ജനറലായിട്ട് എല്ലാവരുടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ വി.ഡി. സതീശനെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിൻ്റെ ഒരു വികസനത്തിലേക്ക്. കക്ഷി രാഷ്ട്രീയങ്ങൾക്കൊക്കെ ഉപരിയായി അല്ലെങ്കിൽ ഒരു എല്ലാ മതങ്ങളുമൊക്കെയായി ഒരുമിച്ച് പോകുന്ന ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹം കേരളത്തിൻ്റെ വികസനത്തിനായി നല്ല നല്ല കാര്യങ്ങൾക്ക് ചെയ്യുവാനായി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൈനിങ് ഔട്ട്. തൊമ്മച്ചൻ മുകളയിൽ. താങ്ക് യു.